സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരി ആടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയുടെ മുൻപാകെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാരും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കും നമുക്ക് പ്രേക്ഷിത സഹനത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് ഐക്യപ്പെടുകയും ചെയ്ത നമ്മൾ എന്തുകൊണ്ട് സഹിക്കണം? എന്തുകൊണ്ട് ഈ ജീവിതയാത്ര അത്ര സുഗമമല്ല? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള യാത്ര അത് ഈ ഭൂമിയിൽ അത് സുന്ദരമായ യാത്രയല്ല. ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും സുഖലോലുപതയും അനുഭവിച്ച് വിശാലമായ ഒരു ജീവിതയാത്രയല്ല അത്. മറിച്ച് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു കുരിശ് യാത്രയാണ്. അത് സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും തിരസ്കരണങ്ങളുടെയും വഴിയാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള ഈ ജീവിതയാത്ര ഈ ഭൂമിയിൽ സൗഭാഗ്യങ്ങൾ നേടി വയ്ക്കുന്ന സുന്ദരമായ അനുഭവമല്ല, മറിച്ച് നിത്യതയെ ലക്ഷ്യം വെച്ചുള്ള ഒരു തീർത്ഥയാത്രയാണ്. സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകുന്ന ഉറപ്പ് സുവിശേഷത്തിലൂടെ യേശു പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊള്ളും. വിളിച്ചവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതയാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരവും കരുണയും അനുഭവിക്കുവാൻ സാധ്യമാകും. നാം സ്നേഹിക്കുന്നവർ തന്നെ നമ്മെ തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്ത വേദനയും സങ്കടവും നൊമ്പരവും നമുക്കുണ്ടാകാം. യേശു എങ്കിലും പറയുന്നു, ഭയപ്പെടേണ്ട. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ തള്ളിപ്പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവുകൾ വളരെ വലുതാണ്. പക്ഷെ ക്രിസ്തു സ്നേഹത്താൽ അവിടെ സൗഖ്യവും ആശ്വാസവും സാന്ത്വനവും നൽകുകയാണ്. ഈ യാത്ര അത്ര സുഖമല്ല. എന്നാൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര നമ്മെ എത്തിക്കുന്നത് നിത്യപിതാവിൻ്റെ സ്വർഗീയ ഭവനത്തിലാണ്. അതാണ് നമുക്ക് നൽകുന്ന ആശ്വാസവും സാന്ത്വനവും. സ്വർഗം സ്വന്തമാക്കുവാനുള്ള മനോഹരമായ പാതയാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള ഈ തീർത്ഥയാത്ര. നമുക്ക് പ്രേക്ഷിത ദൗത്യത്തിലൂടെ ക്രിസ്തുവിനെ സാക്ഷികളായി തീരാൻ കഴിയുമെന്ന് നമ്മെ യേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും തിരസ്കരിക്കപ്പെടുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ, അവഹേളനങ്ങളും നിന്ദനങ്ങളും പരിഹാസനങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ക്രിസ്തുവിനെ പ്രതി അവയെല്ലാം ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ മനസ്സ് നാം സ്വന്തമാക്കുന്നു. യേശു പറയുന്നു, ചെന്നായ്ക്കളിടയിൽ
കുഞ്ഞാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുക. അതായത് പ്രതിസന്ധികളും നൊമ്പരങ്ങളുമുള്ള ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ സധൈര്യം വിവേകമതികളായി നിലകൊള്ളേണ്ടതുണ്ട്. ആരുടെയും തിന്മയിൽ വീണു പോകാത്ത വിധം ദൈവത്തിൻ്റെ കൃപയുടെ തിരുമുഖം നോക്കി യാത്ര ചെയ്യുവാനും നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും നമ്മെ യേശു ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത് ജീവിതയാത്ര തുടരുവാൻ അത്ര എളുപ്പമല്ലെങ്കിലും ഓർക്കുക, ആ ജീവിതം നൽകുന്ന ആശ്വാസവും സാന്ത്വനവും ഭൂമിയിൽ മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. കാരണം എന്തെന്നോ, ഈ ജീവിതയാത്രയിൽ മുന്നേ നടക്കുന്നത് എൻ്റെ സൃഷ്ടാവും രക്ഷകനും നാഥനുമായ ദൈവമാണ്. അവൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത്? കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും